പല ദേശത്തിൻ്റെയും കഥ നമ്മോട് പറഞ്ഞ വിഖ്യാത എഴുത്തുകാരനായിരുന്നു എസ് കെ പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ മകൾ സുമിത്ര ജയപ്രകാശ് ഒരിക്കലൊരു സംഭവ കഥ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ പൊറ്റക്കാടിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പെരുമാൾ ചെട്ടി വയലറ്റ് പെൻസിൽ വാങ്ങണമെന്നായിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ പെൻസിൽ അതായിരുന്നു. പിള്ളേരുടെയൊക്കെ വലിയ അട്രാക്ഷനായിരുന്നു. 2 അണയാണ് അന്ന് ഈ പെൻസിലിൻ്റെ വില. കുറേ കാലമെടുത്ത് കുറേ പൈസ സ്വരൂപിച്ച്, അതായത് 2 അണ സ്വരൂപിച്ച ഈ പെൻസിൽ വാങ്ങാൻ അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ ചെന്നിറങ്ങി. പോകുന്ന വഴി പൊറ്റക്കാട് ഒരു ദൃശ്യം കണ്ടു. അവശനിലയിൽ കിടക്കുന്ന ഒരു യാചകൻ, വാദം പിടിച്ച് കാലുകൾ കുഴഞ്ഞ ഭിക്ഷക്കാരൻ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ആദ്യം അദ്ദേഹം കണ്ടത്. പൊറ്റക്കാരൻ അത് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അത്ര അവശനായിരുന്നു ഈ യാചകൻ. അയാൾക്ക് എന്തെങ്കിലും കൊടുത്താലോ എന്നൊരു ചിന്ത ഇദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. പിന്നെ മടിച്ചില്ല. പെൻസിൽ വാങ്ങാനായി താൻ ചുരുക്കൂട്ടി വെച്ച പണം അദ്ദേഹം ഈ യാചകന് നൽകി. ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ പെൻസിൽ വാങ്ങാൻ. പെൻസിൽ വാങ്ങിയില്ലെങ്കിലും ഈ യാചകൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ ഏറ്റവും ഉത്തമമെന്ന് പൊറ്റക്കാട് തോന്നി. പൊറ്റക്കാടിന് പിന്നീട് മറിച്ചൊരു ചിന്തയുണ്ടായില്ല. പെൻസിൽ വാങ്ങുന്നതിനേക്കാൾ അദ്ദേഹത്തിന് സന്തോഷം പകർന്നത് ആ 2 അണ ആ യാചകന് കൊടുക്കുന്നതിലാണ്. ഇല്ലാത്തവർക്ക് കയ്യിലുള്ളത് നൽകുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം അത് മറ്റൊന്നും നമുക്ക് സമ്മാനിക്കില്ല. ഇന്ന് ഉത്രാട ദിനമാണ്. സദ്യക്കുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങാനും പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങാനും ഒക്കെ നമ്മൾ അലയുന്ന ദിവസമാണ്. ഇന്ന് ഉത്രാട പാച്ചിലിൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ ഈ ഉത്രാടം ഉച്ച തിരിയുമ്പോൾ വെപ്രാളം വരും എന്ന് പറയുന്ന ദിവസമാണ്. വീട്ടമ്മമാർക്കൊക്കെ ഇന്ന് അലച്ചിലിൻ്റെ ഒക്കെ ദിവസമാണ്. വീട്ടച്ഛന്മാർക്കും കടകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുള്ള പണവുമായിട്ട് നമ്മൾ തെരുവിലിറങ്ങുമ്പോൾ ഒരു ഓണവും ആഘോഷിക്കാൻ കഴിയാത്ത അശരണരായ ആളുകൾ തെരുവിൽ കണ്ടുവന്ന് വരാം. അവർക്ക് കൂടി ഓണം ഉണ്ണാനുള്ള എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാലോ ഈ ഓണ സൗഹൃദത്തിന് വലിയൊരു അർത്ഥമുണ്ടാകും. പണമില്ലാത്തവരെ കൂടി ഒപ്പം കൂട്ടുമ്പോഴാണ് ഈ ഓണത്തിൻ്റെ സങ്കല്പം കൂടുതൽ മഹനീയമാകുക. നമ്മളിലാകും വിധം മറ്റുള്ളവരെ സഹായിക്കുക. അയലത്തെ ആളിന് അയാൾ അർഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് 1 ഇല ചോറ് നൽകുക. അതൊക്കെ ഈ സ്നേഹസദ്യയുടെ ഭാഗമാകണം ഈ ഉത്രാട ദിനം.